ഗായ്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഇവിടെ ഒരു കുക്കിംഗ് സെറ്റാണ്. അപ്പോൾ ഇതെൻ്റെ ഉണ്ണിയുടെയും എൻ്റെ ഒരു കുറേ പാത്രങ്ങളാണ്. പിന്നെ ഇതൊരു കടുക്, കുരുമുളകാണ്. പിന്നെ ഇത് ഒരു ഉപ്പാണ്. പിന്നെ ഇതെൻ്റെ ചായ കപ്പാണ്. പിന്നെ ഇതൊരു റോസ്റ്റ് ചെയ്യാനൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പാത്രമാണ്. പിന്നെ ഇത് കുറേ പൊടികളുണ്ട്. പിന്നെ ഇതും ഒരു ഒക്കെയാണ്. പിന്നെ ഇത് ഗ്യാസും കുറ്റി, ഇവിടെ ഒരു ഗ്യാസുണ്ട്. പിന്നെ ഇത് എൻ്റെ മാമ വാങ്ങിച്ചൊരു ഫ്രിഡ്ജാണ്, അതും. പിന്നെ ഇതൊരു ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കാനുള്ളൊരു സാധനമാണിത്, അതിൻ്റെ പാത്രമാണ്. പിന്നെ ഇത് സ്പൂൺസ് ഇടാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. പിന്നെ 2 ജഗ് ഉണ്ട്. പിന്നെ 3 പാത്രമുണ്ട്, 2 ചട്ടിയുണ്ട്, ഒരു കട്ടിംഗ് ബോർഡുണ്ട്. ഇനി ഞാനിവിടെ കാണിക്കാൻ പോണത് മുട്ടക്കറി റോസ്റ്റാണ്. അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഗ്യാസ് ഇഷ്ടമുള്ളൊരു പാത്രം എടുക്കുക. എന്നിട്ട് ഗ്യാസ് ഇവിടെ പാത്രം വെച്ചിട്ട് ഇങ്ങനെ ഗ്യാസ് ഓണാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ തുറക്കാം. പിന്നെ നമുക്ക് ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മുടെ കടുകിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചൊരു സവാള ഉണ്ട്, സവാള കുറേ ഉണ്ട്, അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കൊന്ന് പൊടികൾ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് 15 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് നല്ല പുകയും മണ്ണൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ഭംഗിക്ക് വെക്കാനുള്ളൊരു സാധനമാണിത്, ഞാൻ നേരത്തെ പറഞ്ഞു. അതും ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് തരി ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ നല്ല കിളിയുടെ ഒക്കെ സൗണ്ട് കേൾക്കാണ്ട്. അപ്പം ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് ചെയ്യാം, നല്ല ഇളക്കി കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അപ്പം നല്ല മണമൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പം റെഡിയായി റോസ്റ്റ്. ഇനി നമുക്കിതൊരു പാത്രത്തിലാക്കാം. നല്ല കിളികളുടെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എവിടെ നിന്നാവും? ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ മുട്ടക്കറി റോസ്റ്റ് ചെയ്തത് റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.